ലാവലിൻ്റെ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി വന്നത് എനിക്ക് ആ ഡോക്യുമെൻ്റ് മുഴുവൻ കിട്ടുന്നത് പാർട്ടിക്കാരിൽ നിന്ന് തന്നെയാണ്. ഞാൻ പുറത്തുനിന്നല്ല എടുത്ത്. ഒരൊറ്റ ഉദാഹരണം, ലാവലിൻ കരാർ ഒപ്പിടരുത് എന്ന് കൃത്യമായി എഴുതി കൊടുത്താൽ ഞാനല്ല, ഈ ബാലാനന്ദൻ എന്ന് പറയുന്ന CPM പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ കത്തയിലുണ്ട്. ഞാൻ പ്രത്യേകിച്ച് കത്ത് പാർട്ടിയുടെ നയത്തിനെയാണ് നമ്മൾ എതിർത്തത്. ഞാൻ പിണറായി അല്ല. ഇപ്പോഴും ഞാൻ പറയും, ഇപ്പോഴും ഞാൻ UDFൻ്റെ ആളൊന്നുമല്ല. ഞാൻ ഈ കാര്യത്തിൽ ഇത് തെറ്റാണ്, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാൻ പാടില്ല. ആറന്മുള വിമാനത്താവളത്തിന് അനുമതി കൊടുക്കുന്നത് VS സർക്കാരിൻ്റെ അവസാന കാലത്താണ്. അത് VS അറിഞ്ഞിട്ടിൽ കൊടുത്തതല്ല, വേറെ ചില തട്ടിപ്പ് നടത്തിയതാണ് VS എന്നോട് പറഞ്ഞത്. കുമ്മനം കൺവീനറായി പന്തലിൽ MA ബേബി വന്നിട്ടുണ്ടല്ലോ, പന്നിയൻ രവീന്ദ്രൻ വന്നിട്ടുണ്ടല്ലോ, പിണറായി വിജയൻ വന്നിട്ടുണ്ടല്ലോ. എന്താ പറയാൻ വിഷമം? 200 ഇടത്താണ് ദേശീയപാതയിൽ സമരം നടക്കുന്നത്. 200 ഇടത്ത് ഞാനല്ല ഉണ്ടാക്കി. വികസനവിരുദ്ധനാണെന്നുള്ള സ്വയം ഏറ്റെടുത്തു. അല്ല, ഈ വികസനം തെറ്റാന്ന് തന്നെ പറയുന്ന ആളാ. ആ വികസനം തെറ്റാന്ന് അനുഭവങ്ങളിൽ നിന്ന് വന്നില്ലേ? എന്താ ഇപ്പൊ എറണാകുളത്ത് വന്നുന്ന ആളിപ്പോ മന്ത്രിയാ, ഉദ്ഘാടനം ചെയ്ത ആളിപ്പോ മന്ത്രിയാ, P. രാജീവ്. അതിന്റെ പടം എൻ്റെ വേണി തരാം. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്തും ആന്റണി സർക്കാർ ഭരിച്ചിരുന്ന കാലത്തും ഞാൻ പ്രതിപക്ഷത്താണ്. കാരണം അവർ തെറ്റായ നയങ്ങളെ എനിക്ക് എതിർക്കേണ്ടി വരും. പക്ഷെ അന്ന് ഞങ്ങളുടെ കൂടെ CPM ഉണ്ടായി. ഭരണത്തിൽ വരുമ്പോൾ CPMന് എന്നോട് വിരോധമുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ അത്രേ പറയുള്ളൂ. ഞാൻ എൻ്റെ ശത്രു പിണറായിയോ VS ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പരിസ്ഥിതി, മനുഷ്യാവകാശം, ആദിവാസി, ദളിത്, ലാൻഡ് യൂട്ടിലൈസേഷൻ, ഈ കാര്യങ്ങളിൽ ആര് ശരിയെടുത്താൽ VSനെ ഒപ്പം ഞാൻ പല സമരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേ VSനെ ഞാൻ വിമർശിച്ച കേസുകളുണ്ട്. പെമ്പിളിയമ്മയ്ക്ക് അവിടെ ഓഫീസ് എടുത്തു. പക്ഷെ എന്താണെന്നറിയോ, ആ സമരത്തെ പൊളിച്ചത് വ്യക്തമായ അവിടുത്തെ ട്രേഡ് യൂണിയനുകളാണ്. വേറെ എവിടെയെങ്കിലും ഒരു കൊക്കോകോള പ്ലാന്റിന് വരാൻ പറ്റുമോ? അതുപോലെ ഒരു പ്ലാന്റിന് വരാൻ പറ്റുമോ? പറ്റിയില്ല. ജനങ്ങളുടെ ഉള്ളിൽ അതിനകത്തുള്ള പോയി. ഇപ്പൊ എവിടെ അങ്ങനത്തെ ഒരു പ്ലാന്റ് വന്നാലും മലിനീകരണം വന്നാലും ആളുകൾ പറയും കൊക്കോകോള. ദാഹിച്ച് മരിക്കാൻ പോകണമെങ്കിൽ കൊക്കോകോള മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ കുടിക്കില്ലേ എന്ന് വെച്ചാൽ ചിലപ്പോൾ കുടിച്ചൊന്നും വരും. ഈ SFIയിലൂടെ വന്ന് SFIയുടെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിന്നു. പിന്നീട് എവിടെ മുതലാണ് ഇടതിനോടൊരു എതിർപ്പ്, ഒരു ഇടച്ചിലുണ്ടായത്? എവിടെ മുതലാണ് അത്? യഥാർത്ഥത്തിൽ ഈ ഏറ്റവും പ്രധാനമായും പാരിസ്ഥിതികമായ വിഷയങ്ങളിലാണ് ഞാൻ ഉടക്കുന്നത്. പാരിസ്ഥിതികമായ വിഷയങ്ങളിൽ അത് ഇവിടെ മാത്രമല്ല, ലോകമാകെ ലെഫ്റ്റിൽ ഈ ഒരു പ്രോ ഗ്രീൻ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ലോകത്ത് വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രം, ഇന്ത്യയിൽ മാത്രം വന്നില്ല. ഇവിടെ ഇപ്പോഴും ആ ഒരു എന്താ പറയുക, യാന്ത്രികവാദ പ്രകൃതിയോടും വികസനത്തോടും ഒരു യാന്ത്രികവാദമാണ്. യഥാർത്ഥത്തിൽ ആ യാന്ത്രികവാദത്തിൽ എനിക്ക് റിഫ്റ്റ് വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലാച്ചിമടയിൽ അന്നൊക്കെ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. SFIയും പാർട്ടിയുടെ കൂടെ, പാർട്ടിയുടെ പുരോഗമന കലാസാഹിത്യ സംഘം എല്ലാത്തിനും പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഈ പ്ലാച്ചിമടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ വൈരുദ്ധ്യങ്ങൾ ബോധ്യപ്പെട്ടു. ഒന്ന്, പ്ലാച്ചിമട വന്നത് ഒരു ഇടതുപക്ഷ ഭരണകാലത്താണ്. പക്ഷെ അന്ന് ഒരു പക്ഷേ ആരും അത് പരിഗണിച്ചിട്ടുണ്ടാവില്ല. പ്ലാച്ചിമട വെള്ളക്കൊള്ളയാണെന്നോ, അവിടെ മലിനീകരണം ഉണ്ടാവുന്നോ, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നോ, ഇത് സാമ്രാജ്യത്വ അധിനിവേശമാണെന്നൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. കാരണം അന്നത്തെ പാർട്ടി അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ചർച്ച വന്നപ്പോൾ ഈ വിഷയം നമ്മൾ പഠിക്കുന്നു, അവരുടെ ഈ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവരുടെ കൂടെ നിൽക്കുന്നു, ഈ കമ്പനി ഇവിടുന്ന് പൂട്ടിപ്പോകണമെന്ന് ആവശ്യപ്പെടുന്നു, ഈ കമ്പനി ഉണ്ടാക്കിയ മലിനീകരണങ്ങളെ കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും ഈ അവിടെ ജീവിക്കുന്ന പാവപ്പെട്ട ആദിവാസികൾ, അവിടെയുള്ള ആളുകൾ ഇല്ലിറ്ററേറ്റ് എന്നൊക്കെ പറയാവുന്ന ആദിവാസികളാണല്ലോ അവിടെയുള്ള. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഞാൻ പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്തു, പലരുമായിട്ട്. എനിക്ക് എല്ലാ സഖാക്കളെ അറിയാം. ഇപ്പോൾ ബേബിയാലും MA ബേബി സഖാവൊക്കെ ഞങ്ങൾ ഒന്നിച്ച് SFIയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. സുരേഷ് കുറുപ്പാണെങ്കിലും P. ശശിയാണെങ്കിലും ഇപ്പോൾ കോടിയേരി സഖാവ് വരെ ഞങ്ങൾ അത്രയും വിദ്യാഭ്യാസം, ഇപ്പോൾ G. സുധാകരൻ, ഇവരൊക്കെ അങ്ങനെ അടുപ്പുള്ളവരാണ്. അപ്പോൾ തോമസ് ഐസക്. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ പോയി പറയുന്നു, സഖാവി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കിതൊന്ന് പരിഹരിക്കണം. കാരണം അതവിടെ വരാൻ പാടില്ല. അതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. കൊക്കോകോള ആവശ്യമില്ലാത്തൊരു സാധനമാണ് ലോകത്ത്. വെള്ളം വിൽക്കുകയാണ്, അവർക്ക് വെള്ളം ഇല്ലാണ്ടാവണം. ഈ ഇത്തരം കാര്യങ്ങൾ, വിഭവങ്ങളുടെ അധികാരമാർക്ക്, പാരിസ്ഥിതികമായ വിഷയങ്ങൾ, ട്രൈബൽസിൻ്റെ മാർജിനലൈസേഷൻ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പതുക്കെ ഞാൻ പഠിക്കുമ്പോൾ ഇതിനൊന്നും പാർട്ടി നിൽക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് മുത്തങ്ങ സമരം വരുന്നത്. മുത്തങ്ങ അതിനു മുമ്പ് വരുന്നു, അതിനു മുമ്പ് ചെങ്ങറ സമരം വരുന്നു. ഈ സമരത്തിലൊക്കെ സംഭവിക്കുന്നത് പാർട്ടിയുടെ നിലപാട് ഈ സമരങ്ങൾക്കെതിരാവും. പാർട്ടി ഇപ്പം ഈ പ്ലാച്ചിമട സമരത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്നതിൽ ഞാനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവിടെ ആദ്യത്തെ വലിയൊരു യോഗത്തിൽ, മേധാ പട്കർ പങ്കെടുക്കുന്ന യോഗത്തിൽ MA ബേബിയും കൃഷ്ണദാസും KE ഇസ്മയിലും അടക്കമുള്ള ആളുകൾ ആ സമരത്തിൽ വരുന്നുണ്ട്. സുധീരൻ, അതുപോലെയുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് പാർട്ടിയുടെ പോളിസി ആവുന്നില്ല. ഇപ്പോൾ പ്ലാച്ചിമടയിൽ വേണ്ട, കഞ്ചിക്കോട് ആവാന്ന. കഞ്ചിക്കോട് പെപ്സിക്ക് വിരോധമില്ല, പ്ലാച്ചിമടയിൽ ഇത് വേണ്ട എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ കഞ്ചിക്കോട് പെപ്സി ഇതേ സാധനം തന്നെയല്ലേ, വെള്ളം ഊറ്റുന്നു,
കോപ്പിയിലാക്കുന്നു, കളർ ചേർക്കാതെ. ഈ സമരങ്ങൾക്കെതിരെ സർക്കാർ നിൽക്കുന്നു എന്നതിൽ കവിഞ്ഞ് CR സർക്കാരിനെതിരെ നിൽക്കുന്നു എന്നുള്ളൊരു നിലപാടിലേക്ക് ഒരു വിമർശനവും കൂടിയുണ്ട്. അല്ല, ഞാൻ ഒരിക്കലും ഇടത് സർക്കാർ എന്ത് ചെയ്യുന്നു അതിന് ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഞാൻ പറയാം, പ്ലാച്ചിമട അടക്കം എത്ര സമരങ്ങളിൽ ഇടതുപക്ഷത്തോടൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്. ഇടതുപക്ഷം എൻ്റെ വെച്ചാൽ ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ സമരം വന്നപ്പോൾ, അതുപോലെ നിരവധി വിഷയങ്ങൾ, മണൽ ഖനനം, നിരവധി വിഷയങ്ങളിൽ ADB വായ്പ, ഇതിലൊക്കെ തന്നെ വളരെ കൃത്യമായി ഞാൻ ഇടതുപക്ഷം തന്നെയാണ് നിന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്തും ആന്റണി സർക്കാർ ഭരിച്ചിരുന്ന കാലത്തും ഞാൻ പ്രതിപക്ഷത്താണ്. കാരണം അവർ തെറ്റായ നയങ്ങളെ എനിക്ക് എതിർക്കേണ്ടി വരും. പക്ഷെ അന്ന് ഞങ്ങളുടെ കൂടെ CPM ഉണ്ടായിരുന്നു. ഭരണത്തിൽ വരുമ്പോൾ CPM എന്നോട് വിരോധമുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ അത്രേ പറയുള്ളൂ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM ഞാൻ എത്ര സ്ഥലത്ത് ഈ പ്ലാച്ചിമട ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. ഈ പരിസ്ഥിതി വിഷയം MP രാജേഷ്, സഖാവ് രാജേഷിനോട് ചോദിച്ചു. രാജേഷ് വിളിച്ചിട്ട് തന്നെ പാലക്കാട് പല സ്ഥലങ്ങളിൽ ഞാൻ പരിസ്ഥിതി വിഷയങ്ങൾ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, സെമിനാർ പങ്കെടുക്കാനും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഭരണത്തിലെത്തുമ്പോൾ ഈ പറഞ്ഞ വിഷയമൊന്നും അവിടെ വരില്ല. അവിടെയാണ് പ്രശ്നം. അത് എൻ്റെ പ്രശ്നമല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ വൈലോപ്പിള്ളി മാസ്റ്റർ വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ പറയുന്നുണ്ട്, അദ്ദേഹം EMS മന്ത്രിസഭ 57 മന്ത്രിസഭ അധികാരം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതിയൊരു കവിതയാണ്. അഭിവാദനം എന്ന് പറഞ്ഞൊരു കവിത എഴുതി. അപ്പോൾ എല്ലാവരും മന്ത്രിസഭ കയറിയപ്പോഴില്ല എഴുതി, വൈലോപ്പിള്ളി മാത്രം മന്ത്രിസഭ ഇറങ്ങിയപ്പോൾ എഴുതി. ആ അഭിവാദനം എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നത് EMSനെ മഹാബലിയായിട്ടും അദ്ദേഹത്തെ പിരിച്ചുവിട്ട കേന്ദ്ര സർക്കാർ ഗവർണറെ വാമനനായിട്ടും, നമ്മുടെ ഒരു ഓണസങ്കല്പം ഉണ്ടല്ലോ, എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് വരൂ, ജനങ്ങളുടെ ഇടയിലേക്ക് വരൂ, അങ്ങ് ഞങ്ങൾക്ക് സ്വീകാര്യനാണ്, അങ്ങോട്ട് വരാം. പക്ഷെ ഒരു കാര്യം, അങ്ങ് ഭരണത്തിലിരുന്നപ്പോൾ ഇവിടെ ചെയ്ത ചില തെറ്റുകളുണ്ട്, അത് അങ്ങ് കാണണം. എന്നിട്ട് ഇപ്പം ഭരണം പോകുമ്പോൾ അങ്ങക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് ജനങ്ങളുമായിട്ട് സംബന്ധിച്ച് ഞങ്ങളുടെ നായകനായി അങ്ങ് വരണം. ഭരണമുള്ള കാലത്ത് ഞങ്ങൾ ഒരിക്കലും ഇവിടെ സ്വർഗം വന്നുപോയി എന്ന് പറഞ്ഞിട്ടില്ല. താങ്കൾ എല്ലാ കാലത്തും ഒരു VS പക്ഷത്തിന് ഒപ്പം നിന്ന ആളാണല്ലോ. ഒരു സംശയമില്ലാതെ പറയാലോ, VS പക്ഷമായിരുന്നു. അത്തരം നിലപാടുകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ എടുത്തിരുന്നത്. പിന്നീട് എപ്പോഴാണ് പിണറായിക്കെതിരെയുള്ളൊരു ചർച്ചയിൽ, അല്ലെങ്കിൽ പിണറായിക്കെതിരെ ഞാൻ നിൽക്കും എന്നുള്ളൊരു, പിണറായിക്കെതിരെയുള്ളൊരു യുദ്ധപ്രഖ്യാപനമായി അതൊക്കെ വ്യാഖ്യാനം. ഞാൻ പറയാം, എൻ്റെ ശത്രു പിണറായിയോ VS ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പരിസ്ഥിതി, മനുഷ്യാവകാശം, ആദിവാസി, ദളിത്, ലാൻഡ് യൂട്ടിലൈസേഷൻ, ഈ കാര്യങ്ങളിൽ ആര് ശരിയെടുത്താലും VSനെ ഒപ്പം ഞാൻ പല സമരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേ VSനെ ഞാൻ വിമർശിച്ച കേസുകളുണ്ട്. കാരണം ഇപ്പൊ 3 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഇവിടെ കൊച്ചിയിൽ തന്നെ മൂലമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകളെ ഇടിച്ചിറക്കി VSന്റെ ഭരണകാലത്ത്. അന്ന് VSനോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ട് എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്. പിന്നെ അദ്ദേഹം തിരുത്തി. അദ്ദേഹം പറഞ്ഞു, ഇവിടെ തീവ്രവാദികൾ ചില ആളുകളാണെന്ന് പറഞ്ഞ സമരത്തിന് പിന്നിൽ. പിന്നെ അദ്ദേഹം തിരുത്തി പാക്കേജ് ഉണ്ടാക്കി. രണ്ടാമത്തെ വിഷയം ചെങ്ങറ സമരത്തിൽ VSന്റെ ആദ്യത്തെ നിലപാട് മാറിയിരുന്നു. അദ്ദേഹം പറഞ്ഞു അവിടുത്തെ, കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി നോക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ പാർട്ടി പറഞ്ഞു അവിടെ ഭൂമിയുള്ളവരെ കയറിയേക്കണം, അവിടെ പാവങ്ങളൊന്നും അല്ല കയറിയേക്കണേന്ന്, അവിടെ റബ്ബർ വെട്ടി തിന്നുകയെന്ന് പറഞ്ഞു. VSന്റെ പത്രസമ്മേളനം നടന്നു. അതേ താങ്കൾ പൊമ്പിള ഒരുമ സമരത്തിൽ എന്താ സംഭവിച്ചത്? പൊമ്പിള ഒരുമ സമരത്തിൽ തന്നെ കാര്യം, അവരുടെ ആ സമരം വളരെ CR പൊമ്പിള ഒരുമ സമരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസമാണ് CRനെ കാണാതാവുന്നത്. CR ആ സമരത്തിൽ നിന്ന് മാറുകയാണ്. അല്ലല്ല, ഒരിക്കലുമില്ല. അവസാനം വരെ സത്യാഗ്രഹ പൊമ്പിള ഒരുമ 2 സ്റ്റേജ് ഉണ്ട് സമരത്തിന്. ആദ്യത്തെ സ്റ്റേജിലാണ് VS അടക്കമുള്ള ആളുകൾ വരുന്നത്. രണ്ടാമത് MM മണിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഗോമതി അവർ സമരത്തിലിരിക്കുന്നത്. ആ സമരത്തിലാണ് നമ്മളവിടെ ഞാൻ സത്യാഗ്രഹം ഇരിക്കുന്നത്. സത്യാഗ്രഹം എനിക്ക് വയ്യാതായി ഞാൻ മാറി, അത് വേറെ പ്രശ്നം. സത്യാഗ്രഹം അവിടെ തുടർന്നു. അപ്പോഴും ഞാനവിടെ ഉണ്ട്, ഞാനവിടെ നിന്ന് പോന്നിട്ടില്ല, ഞാനവിടെ അവസാനം വരെയുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് സത്യാഗ്രഹം ഇരിക്കാൻ പറ്റില്ല. നിരാഹാരം 7 ദിവസം ഇരുന്നപ്പോഴാണ് എനിക്ക് വയ്യാതായി ഞാൻ മാറുന്നു. സ്വാഭാവികമായും അവർ പറഞ്ഞു, നീ ജീവൻ കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. നേരെ മറിച്ച് സത്യാഗ്രഹത്തിൽ നിന്ന് ഞാൻ ഞങ്ങളാണ് അവസാനം വരെ നിന്നത്. പെമ്പിളേരുമയ്ക്ക് ഓഫീസ് എടുത്തു കൊടുത്തു. അന്ന് ഞാൻ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനറാണ്. അന്ന് പെമ്പിളേരുമയ്ക്ക് അവിടെ ഓഫീസ് എടുത്തു കൊടുത്തു. പക്ഷെ എന്താണെന്നറിയോ, ആ സമരത്തെ പൊളിച്ചത് വ്യക്തമായ അവിടുത്തെ ട്രേഡ് യൂണിയനുകളാണ്, വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനുകളാണ്. ഇന്നും അവരോട് ചോദിക്കുമ്പോൾ ഗോമതിയോടോ അവർ ബാക്കിയുള്ളവരൊന്നും ഇവിടെ ഇല്ല, അവരോട് ചോദിക്കൂ എങ്ങനെയാ സമരം തകർന്നതെന്ന്. ആ സമരത്തെ അത് തകർക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം ഈ ട്രേഡ് യൂണിയനുകളുടെ ഒരുതരം ഏകാധിപത്യവും സൂത്രവിദ്യകളുമാണ് അവിടെ ഇപ്പോഴും തൊഴിലാളികളെ ആ പാവപ്പെട്ട ലയത്തിൽ നിർത്തുന്നതും കൂലി കുറച്ച് നിർത്തുന്നതും. ഇപ്പോഴും കൂലി കൂടുതലിന് വേണ്ടി അവർ സമരം ചെയ്യാൻ പറ്റില്ല, അവർക്ക് പറ്റുന്നില്ല.
കാരണം ട്രേഡ് യൂണിയൻ അവിടെ ഒരു പ്രശ്നം എന്താ അറിയോ, ഈ തൊഴിലാളികളല്ല അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കൾ. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ പുറത്തുനിന്ന് വന്നവരാ. ഈ പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾക്ക് വലിയൊരു റോളും ഇല്ല. അതിൽ പറഞ്ഞു നിർത്തിയ ആളുകളാണ്. അതന്നെ ആ സമരത്തിന് കാരണം. സമരം ഉണ്ടാക്കിയത് ഞാനൊന്നുമല്ല, സമരം അവരെ തന്നെ ഉണ്ടായതാണ്. ആ സമരത്തിൽ VS-ഉം സാറ ടീച്ചറും അടക്കമുള്ള ആളുകളുണ്ട്, ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. ആ സമരത്തിൻ്റെ 2ാം ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമരം, ആ സംഘടന തന്നെ പൊളിഞ്ഞു, സംഘടന തന്നെ തകർന്നു പോവാണ്. അതിന് കാരണമുണ്ട്. ഒരു കൂട്ടരെ CPM കൊണ്ടുപോയി, ഒരു കൂട്ടരെ കോൺഗ്രസ് കൊണ്ടുപോയി, ഒരു കൂട്ടരെ BJP കൊണ്ടുപോയി. അവസാനം വന്നപ്പോൾ ആളില്ല. കാരണം അവർ ദുർബലമാണ്, ആ സ്ത്രീകൾ ദുർബലമാണ്. യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും ആ സമരം മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ഞാൻ ഒരു സമരം ജയിക്കുക തോൽക്കുക എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് മാച്ച് പോലെയല്ല, ഞാൻ അങ്ങനെ കാണുന്നില്ല. ക്രിക്കറ്റ് മാച്ച് പോലെ ഇപ്പോൾ പുന്നപ്ര വയലാർ സമരം ജയിച്ചോ തോറ്റോ? ഇപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കയ്യൂർ സമരം ജയിച്ചോ തോറ്റോ? ശരിയാണ്, ജനകീയ സമരങ്ങളാവുമ്പോൾ അതിന്റെ ജയവും തോൽവിയും നമുക്ക് ആത്യന്തികമായി നിശ്ചയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ താങ്കൾക്കെതിരെയുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ CR ഇടപെടുന്ന എല്ലാ വിഷയങ്ങളെയും ആത്യന്തികമായി ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക്, ഒരു വിജയം കാണുന്ന തരത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. അല്ല, അത് ഞാൻ എന്താ പറഞ്ഞു, ഉദാഹരണത്തിന് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പ്ലാച്ചിമട സമരം കമ്പനി പൂട്ടിച്ചത് ഒന്നല്ലേ, നമ്മൾ തന്നെയല്ലേ പ്ലാച്ചിമട സമരത്തിൽ നിന്ന് കമ്പനി പൂട്ടിച്ചത്? ഇവർ പൂട്ടിയത് തന്നെയാണ്. പിന്നെ ഞാനതാ പറഞ്ഞേ, എല്ലാ സമരവും ജയിക്കുക തോൽക്കുക എന്നുള്ളതല്ല, ആ സമരം ചരിത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ പ്ലാച്ചിമട സമരത്തിൻ്റെ ഏറ്റവും പ്രധാന ഗുണം എന്താ? 2ാമതൊരു കൊക്കോകോള പ്ലാന്റ് കേരളത്തിൽ വന്നില്ലല്ലോ. വേറെ എവിടെയെങ്കിലും ഒരു കൊക്കോകോള പ്ലാന്റിന് വരാൻ പറ്റുമോ? അതുപോലെ ഒരു പ്ലാന്റിന് വരാൻ പറ്റുമോ? പറ്റിയില്ല. ജനങ്ങളുടെ ഉള്ളിൽ അതിനകത്തുള്ള പോയി. ഇപ്പൊ എവിടെ അങ്ങനത്തെ ഒരു പ്ലാന്റ് വന്നാലും, മലിനീകരണം വന്നാലും ആളുകൾ പറയും കൊക്കോകോള. ഞാൻ കുടിച്ചിട്ടില്ല. ഇപ്പൊ വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും കുടിച്ചിട്ടുണ്ടല്ലേ? സാറിന് കൊക്കോകോള ഇഷ്ടമല്ല. വിദേശത്ത് കുടിക്കില്ല. അല്ലല്ല, വിദേശത്ത് വല്ലപ്പോഴും യാത്ര ചെയ്തപ്പോഴും ഏതെങ്കിലും ഒരു പാർട്ടിയിലൊക്കെ വെച്ച് കുടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എനിക്കാരും നുണ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ത്യയിൽ വെച്ച് ഞാൻ കൊക്കോകോള കുടിച്ചിട്ടില്ല. കുടിക്കാൻ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, കൊക്കോകോള പ്ലാച്ചിമടയുടെ വിഷയം മാത്രമല്ല എനിക്ക്. കൊക്കോകോള ഒരു മോശം പാനീയാന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ് ഇപ്പോഴും. കാരണം അത് അസിഡിറ്റി ഉണ്ടാക്കുന്ന, അതിന്റെ ആരോഗ്യവശം പോലും മോശമാണ്, നല്ലതല്ല. അതുകൊണ്ടാണ്. അപ്പൊ അത് കൊക്കോകോള ഞാൻ വ്യക്തിപരമായി കുടിക്കുമെന്നുള്ളതല്ല. ഇപ്പൊ നിങ്ങൾ പ്ലാസ്റ്റിക് പേന ഉപയോഗിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്ലാസ്റ്റിക്കിനെതിരെ മിണ്ടാൻ പാടില്ല എന്ന് പറയാൻ പറ്റും? ഇല്ലല്ലോ. പ്ലാസ്റ്റിക് ചെരുപ്പിടുന്നു, അതുകൊണ്ട് ആ ആൾ ഇനി പ്ലാസ്റ്റിക്കിനെതിരെ മിണ്ടിക്കൂടാം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യുന്നു, അത് ചെയ്താൽ പിന്നെ അതിന് ഞാൻ മിണ്ടാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെയല്ല. അവിടെയാണ് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ കണ്ടത്. ഇപ്പൊ ഞാൻ ബസ്സിൽ കയറിയാ പോകുന്നത്. പക്ഷെ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ വിചാരിച്ചാൽ ഇപ്പൊ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാലോ. അവിടെയാണ് ഞാൻ പറയണേ, നമ്മളിത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കുന്നതിനകത്തൊരു അല്ലല്ല, യൂസ് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഇപ്പൊ പ്ലാസ്റ്റിക് തന്നെ ചെയ്യാൻ പറ്റും. അതെ, ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾക്ക് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലാതെ ഒരു വ്യക്തിയുടെ നിലയിൽ ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ കുറെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണ്ടല്ലോ. ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ ഇത്രയും കാലമായിട്ട് ഇന്ന് വരെ എനിക്ക് സ്വന്തം വാഹനമില്ല. ഞാൻ ഇന്ത്യയിലും കേരളത്തിൽ മുഴുവൻ യാത്ര ചെയ്യുന്നത് പൊതുവാഹനത്തിലാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നതും ബസ്സിലാണ്. എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒന്നുമില്ല ട്രെയിനിലെയും ബസ്. എന്തുകൊണ്ടാണ് ഞാൻ ഗതാഗതത്തിൽ യാത്ര ചെയ്യുന്നത്? അത്ര യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര കൂടുതലാണ്. ഞാൻ വീട് വെച്ച് 90-ലാണ് ഞാൻ വീട് വയ്ക്കുന്നത്. 90-ൽ വീട് വയ്ക്കുമ്പോൾ അന്ന് കിട്ടാവുന്ന ലാറി ബേക്കറിൻ്റെ ഏറ്റവും എഫക്റ്റീവായി എനിക്കൊരു വീട് വേണം. ലാറി ബേക്കറിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കുറവ് സിമെൻറ്റും ഏറ്റവും കുറവ്, അതന്ന് ഞാൻ ബേക്കർ സാഹിബിനോട് പറഞ്ഞതാണ്. എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഒരു ഏറ്റവും കുറഞ്ഞ സിമെൻറ്റും കമ്പി ഉപയോഗിക്കണം. അന്ന് അത്രേ അറിയുള്ളൂ. 90-ൻ്റെ ആദ്യത്തിൽ നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ച് ഇന്ന് വീടുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല വയ്ക്കുക. ഇന്ന് ഞാൻ എനിക്ക് വയ്ക്കാൻ വേറെ രീതിയുണ്ട്, ഇതിനേക്കാൾ കുറച്ച് വയ്ക്കാം. ഏറ്റവും കുറവ് ഫാൻ ഉപയോഗിക്കാൻ കഴിയണം, ഏറ്റവും കുറവ് ലൈറ്റ് ഉപയോഗിക്കാൻ കഴിയണം, ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം, സോളാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റണം എൻ്റെ സ്ഥലത്ത് നിന്നുകൊണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ സ്പേസ് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് സയൻസിലല്ലേ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ ഒരു സയൻസ് ഉണ്ടല്ലോ അതിന്. ആ സയൻസിൽ ഞാൻ എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളത്, എൻ്റെ യാത്ര, എൻ്റെ ഭക്ഷണം, എൻ്റെ വസ്ത്രം, എൻ്റെ രീതികൾ, ഇതിലെനിക്ക് പരമാവധി ചെയ്യാൻ പറ്റും. ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ 100% ഒരാൾ ജീവിക്കുകയാണെങ്കിൽ തന്നെ, ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ വിടുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നുണ്ടല്ലോ, അങ്ങനെ വിടരുതെന്ന്. അതല്ല പരിസ്ഥിതി പ്രവർത്തനം. പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ മാത്രമല്ല, അതൊരു വ്യക്തിയുടെയാണ്, ഒരു നാടിൻ്റെയാണ്, ഒരു വീടിൻ്റെയാണ്, ഇതെല്ലാമാണ്. ഇപ്പം 20 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വേസ്റ്റ്, 20 കൂടുതലായിട്ട് ഒരു ബയോ വേസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വിട്ടിട്ടില്ല. പ്ലാസ്റ്റിക് നമ്മൾ പരമാവധി കുറച്ച് ഉപയോഗിക്കും. ഇപ്പം പിന്നെ ഹരിത കർമ്മസേന ഒക്കെ വരുന്നുണ്ട്.
അവർ വന്നാൽ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടാവും. പ്ലാസ്റ്റിക് ഇല്ല, വളരെ കുറച്ച് ഉപയോഗിക്കും. അത് വ്യക്തിപരമായ ഒരു കാര്യം. പക്ഷെ അതുകൊണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല, നമ്മുടെ ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചു, കുപ്പിയുടെ വെള്ളം കുടിക്കണം. എനിക്ക് കുപ്പിവെള്ളം കുടിക്കുന്ന ഇഷ്ടമല്ല. എൻ്റെ കയ്യിൽ സാധാരണ വെള്ളം കൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യും. എനിക്ക് കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന ഇഷ്ടമല്ല. വേറെ ഒന്നുമല്ല, കുപ്പിവെള്ളം ഒരു അനാവശ്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്ന് വെച്ചാൽ കുപ്പിവെള്ളം കുടിക്കില്ല എന്നല്ല. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് എന്താ പറയുക, നിങ്ങൾ നേരത്തെ കൊക്കോക്കോളയുടെ കാര്യം പറഞ്ഞ മാതിരിയാ, ദാഹിച്ച് മരിക്കാൻ പോവുകയാണെങ്കിൽ കൊക്കോക്കോള മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ കുടിക്കില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ കുടിച്ചൊന്നും വരും. അതാണല്ലോ നമ്മുടെ ഒരു രീതി. ഞാൻ പറഞ്ഞേ, അല്ലാതെ അങ്ങനെയല്ല വാദിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന, നിങ്ങൾക്ക് എത്ര കുറയ്ക്കാൻ കഴിയും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ എനിക്കിപ്പോൾ സ്വന്തം കാർ ഉപയോഗിക്കാനുള്ള വരുമാനമൊക്കെ എനിക്കുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒരു അതിനേക്കാളും വളരെ കുറഞ്ഞ വരുമാനമുള്ള ഒരു കാർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കാർ ഉപയോഗിക്കാറില്ല. എൻ്റെ നിലപാടാണ് അത്, അത്രേ ഉള്ളൂ. ഇപ്പം ലാവ്ലിൻ കേസിൽ CR ഇടപെടുന്നു, ലാവ്ലിൻ രേഖകൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ പുസ്തകം എഴുതുന്നു. അത് കേരള രാഷ്ട്രീയത്തിലുണ്ടായ ചലനം ചെറുതല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് മുതലാണോ പിണറായിയോട് ഒരു എന്താ പറയുക എതിർപ്പ്, അല്ലെങ്കിൽ പിണറായിയെ മുന്നിൽ നിർത്തി സംസാരിക്കണം അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കണമെന്ന് തോന്നുന്നത്? അല്ല, പിണറായി പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ടാണ്. പാർട്ടിയുടെ നയത്തിനെയാണ് നമ്മൾ എതിർത്തത്. ഞാൻ പിണറായി അല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, പാർട്ടിയിലെ നയങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ പുതിയ കാലത്ത് പാരിസ്ഥിതികവും സാമൂഹികവും സാമ്പത്തികവുമായ രീതിയിൽ പാർട്ടിയുടെ നയങ്ങൾ ശരിയല്ല. അതുകൊണ്ടാണ് VS-ന്റെ പക്ഷത്ത് നിൽക്കേണ്ടി വന്നത്. പല നിലപാടുകളും VS-ന്റെ നിലപാടുകളോട് എനിക്ക് യോജിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? എൻഡോസൾഫാൻ പോലൊരു വിഷയത്തിൽ VS-നെ അവിടെ കൊണ്ടുപോകുന്നത് നമ്മളാണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇതിൻ്റെ ഡോക്യുമെൻ്റ് മുഴുവൻ വെച്ച്, അന്താരാഷ്ട്ര ഡോക്യുമെൻ്റ് വെച്ച്, ഈ കീടനാശിനികളുടെ വിഷയം വെച്ച് ഞാൻ ചെയ്ത കാര്യങ്ങൾ അതാണ്. ഈ സാധനം അവിടെ കൊണ്ടുപോയി VS-നെ കാണിക്കുന്നു. ഞാൻ അവിടെ ഒരുപാട് പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ചിട്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ ലീലാകുമാരി അമ്മയ്ക്ക് അറിയാം, 98 അവരെന്നെ വിളിച്ചിട്ടുണ്ട്. ലീലാകുമാരി അമ്മ എന്ന് പറഞ്ഞ എൻഡോസൾഫാൻ്റെ വിക്ടിം ആയിട്ടുള്ള അവരെന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്, അവിടെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് എന്നെ തല്ലാൻ വന്നിട്ടുണ്ട് ആളുകൾ. എൻഡോസൾഫാൻ ഇവിടെ ഒരു വലിയ വിഷയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തല്ലാൻ വന്നിട്ടുണ്ട്. പക്ഷേ 2002, 2003 ഒക്കെ ആയപ്പോഴേക്കും VS-ഉം പിന്നെ അതിൻ്റെ കൂടെ കുറേ ആളുകൾ, VS അച്യുതാനന്ദൻ വന്നു, MP വീരേന്ദ്രകുമാർ വന്നു, പലരും വന്നു. പിന്നെ അത് വേറൊരു വിഷയമായി. അതിപ്പോൾ അച്ഛമ്മയുടെ പോലെ തന്നെയാണ്. എൻ്റെ ഒരു ജോലി, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു ട്രാൻസ്ലേറ്ററുടെ ഒരു ജോലിയാണ്. ഒരു സാമൂഹ്യ പ്രശ്നം, പരിസ്ഥിതി പ്രശ്നം ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഞാൻ ആർക്കും ചിലപ്പോൾ അഴിമതിയുടെ വിഷയം വന്നാലും അതിന്, ADV-യുടെ വിഷയം വന്നാലും അതിന്. ലാവ്ലിൻ്റെ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി വന്നത്, എനിക്ക് ആ ഡോക്യുമെൻ്റ് മുഴുവൻ കിട്ടുന്നത് പാർട്ടിക്കാരിൽ നിന്ന് തന്നെയാണ്. ഞാൻ പുറത്തുനിന്നല്ല എടുത്തത്. ഒരൊറ്റ ഉദാഹരണം, ലാവ്ലിൻ കരാർ ഒപ്പിടരുത് എന്ന് കൃത്യമായി എഴുതി കൊടുത്ത ആൾ ഞാനല്ല, ഈ ബാലാനന്ദൻ എന്ന് പറയുന്ന CPM പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ കത്തയിലുണ്ട്, ഞാൻ പ്രസിദ്ധീകരിച്ച കത്തിലുണ്ട്. ഈ കരാറുമായി മുമ്പോട്ട് പോകരുത്, ഈ കരാറല്ല നമുക്ക് വേണ്ടത് BHEL ചെയ്യണം. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകില്ല. ഈ കാര്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ തീരുമാനം മറച്ചു വെച്ചുകൊണ്ട് ഈ കരാർ ഒപ്പിട്ടു എന്നുള്ളത് എൻ്റെ പരാതി. അത് പിണറായി വിജയൻ, ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഒരു സ്ഥലത്തും പിണറായി വിജയൻ കാശ് മേടിച്ചു എന്നോ അല്ലെങ്കിൽ അഴിമതി നടത്തിയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ബാക്കി പലരും ഉന്നയിച്ചിട്ടുണ്ടാവും. ഞാൻ ഡോക്യുമെൻറ്റ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ വെച്ച ഡോക്യുമെൻറ്റിനെ പറ്റി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ഡോക്യുമെൻറ്റിൽ ഇത് ഒപ്പിടരുതായിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പം എന്താ സ്ഥിതി? അന്ന് ലാവ്ലിൻ കൊടുത്ത സാധനം ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് ആർക്കെങ്കിലും അറിയൂ? അതിൽ രണ്ടാമത്തെ തെറ്റ്, ഒരു കമ്പനി കൺസൾട്ടൻ്റ് വയ്ക്കുന്നു, ആ കമ്പനി തന്നെ സപ്ലൈ ചെയ്യാൻ ഏൽപ്പിക്കുന്നു. ഈ കൺസൾട്ടൻ്റ് ഞാൻ വയ്ക്കുന്നതിന്, ഞാൻ ഒരുപാട് കാലം എഞ്ചിനീയറിംഗ് ജോലികൾ ചെയ്തിട്ടുള്ള ഒരാൾ, പ്ലാന്റുകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഒരു കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാളല്ല സപ്ലയർ. കൺസൾട്ടൻ്റെ ജോലി എന്താ? എൻ്റെ കൺസൾട്ടൻ്റ് ഇപ്പോൾ നിങ്ങളാണെങ്കിൽ എന്നെ ഉപദേശിക്കാറുണ്ട്, എന്താ ഇതിന്ന സാധനം വാങ്ങിക്കാവൂ, ഇതിന് ഇത്ര പൈസ കൊടുക്കാവൂ, ഇതിന്നതാണ് വേണ്ടത്. നിങ്ങൾ തന്നെ അതിൻ്റെ വില നിശ്ചയിക്കുന്നു, നിങ്ങൾ തന്നെ ആ സാധനം കൊടുത്തരുന്നു. നിങ്ങൾ വില നിശ്ചയിച്ച് നിങ്ങൾ സാധനം തന്നാൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് വേറെ ആൾ വേണം കൺസൾട്ടൻ്റ്. നിങ്ങൾ തന്നെ അത് ഇൻസ്പെക്ട് ചെയ്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നു, നല്ല സാധനമാണ്, ഞാനത് സ്ഥാപിക്കുന്നു, ഞാൻ കാശ് തരുന്നു. അത് ഒരിക്കലും ഒരു എത്തിക്സിന് യോജിക്കാത്ത കാര്യമാണ്. പിന്നെ പറയുന്നത് UDF അത് ചെയ്തിട്ടുണ്ടെന്ന്, അതെനിക്ക് വിഷയമല്ല. UDF ഞാൻ അറിഞ്ഞിട്ടില്ല. UDF ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണത്. UDF എന്നല്ല ആര് ചെയ്താലും തെറ്റാണ്. മനസ്സിലായോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കണേ. ഞാൻ UDF തെറ്റ് ചെയ്തു വെച്ചാൽ ഞാൻ അംഗീകരിക്കണം. ഞാൻ ഇവർക്കെതിരായിട്ടല്ലേ 1975 മുതൽ 2000 ഇപ്പോഴും ഞാൻ UDF-ൻ്റെ ആളൊന്നുമല്ല. ഞാൻ ഈ കാര്യത്തിൽ ഇത് തെറ്റാണ്, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാൻ പാടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം, അന്നത്തെ വൈദ്യുതി മന്ത്രി എന്ന നിലയ്ക്ക് പ്രാഥമികമായ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് എന്നതാണ് എൻ്റെ കണ്ടെത്തൽ. അല്ലാണ്ട് പിണറായി വിജയൻ എൻ്റെ ശത്രു, ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല.
ഇതുവരെ ഈ അടുത്ത കാലത്തൊന്നും പിണറായിട്ട് നേരിട്ടത് ഒരിക്കലുമില്ല. ഇപ്പോഴൊന്നും അല്ല, ഞാൻ പറയാം 99-ലോ 2000-ലോ അന്ന് ഇത്രയൊന്നും വൈരുദ്ധ്യമില്ല. ഒരു വിഷയത്തിൽ ഇവിടെ ഒരു സഹകരണ ആശുപത്രി തുടങ്ങി തൃക്കാക്കര, ഇപ്പോഴും ഉണ്ട്, കളക്ടറേറ്റിനടുത്ത്. ആ സഹകരണ ആശുപത്രിയുടെ ആദ്യത്തെ ഓണററി സെക്രട്ടറി ആയിരുന്നു ഞാൻ. എന്നുവെച്ചാൽ ഇതുമായിട്ട് പാർട്ടിയുടെ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി ഉണ്ടായില്ല. അതിൻ്റെ ലാൻഡ് അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് അതിന് ഭൂമി കിട്ടണം, അതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ എന്തോ ലോൺ, അന്ന് സഹകരണ മന്ത്രിയാണ് പിണറായി വിജയൻ, അത് ഈ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പാർട്ടിയുടെ സാധനമാണ്, ഇവിടുന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കത്തൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ചെല്ലണേ. അതല്ലാതെ ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും സംസാരിക്കാൻ അത് ഞാൻ ഒരു നേതാവിനെ കാണാറില്ല, അങ്ങനെ കാണാൻ പോയി എനിക്ക് കാര്യമില്ല. എൻ്റെ നിലപാടല്ലേ പ്രശ്നം. ഇപ്പോൾ സഖാവ് ബേബി ഇപ്പോഴും കണ്ടാൽ വളരെ സൗഹൃദം, പക്ഷേ എനിക്കറിയാം അദ്ദേഹം ഞാനുമായിട്ടുള്ള നിലപാടുകളിൽ വ്യത്യാസമുണ്ടെന്ന്. അപ്പോൾ കോൺഗ്രസ്സുകാരായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, 100 കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. BJP-കാരായിട്ട് അതിലേറെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതെന്താ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഈ ബൈനറി വേണ്ട. CPM-നെ എതിർത്താൽ നിങ്ങൾ UDF ആണ് അല്ലെങ്കിൽ BJP ആണ്. കാരണം ഞാനതാ പറഞ്ഞ്, ഉമ്മൻചാണ്ടി ഭരണകാലത്ത് എത്ര പ്രോജക്റ്റുകൾ ചെയ്തത് ഞാൻ സമരം ചെയ്തിട്ടുണ്ട്. ആറന്മുള വിമാനത്താവളം, വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. ആറന്മുള വിമാനത്താവളത്തിന് അനുമതി കൊടുക്കുന്നത് VS സർക്കാരിൻ്റെ അവസാന കാലത്താണ്. അത് VS അറിഞ്ഞിട്ടിൽ കൊടുത്തതല്ല, വേറെ ചില തട്ടിപ്പ് നടത്തിയതാണ് VS എന്നോട് പറഞ്ഞു. ഈ അറിയിപ്പ് കൊടുത്തു. 2011 തെരഞ്ഞെടുപ്പിൽ വലിയ ചിത്രം ആറന്മുള, അന്നത്തെ MLA രാജഗോപാൽ ആറന്മുളയ്ക്ക് ചിറക് വിരിക്കുന്നു, ആറന്മുള വിമാനത്താവളത്തിന് അനുമതിയായി എന്ന് പറഞ്ഞിട്ട് തീർമാനിക്കുന്നു. അവിടുത്തെ നാട്ടുകാർ പലരും, പരിസ്ഥിതി പ്രവർത്തകരും മറ്റാളുകൾ എന്നെ വിളിക്കുന്നു, ആറന്മുളയിൽ ഇങ്ങനെ വിമാനത്താവളം വരുന്നുണ്ട്. ആദ്യം അവിടെ പോയി പബ്ലിക് യോഗത്തിൽ സംസാരിക്കുന്നത് ഞാനാണ്. ആറന്മുള ഇപ്പോഴും അവിടെ അറിയാം. അന്ന് VS ഗവൺമെൻറ് അവിടെ. ഞാൻ പറഞ്ഞു, VS ഗവൺമെൻറ് ഒരു കാലത്തും ഇതിന് അനുമതി കൊടുക്കാൻ പാടില്ല. കാരണം ഇത് നെൽവയലാണ്, തണ്ണീർത്തടമാണ്, പുഴയുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ പറ്റി പറഞ്ഞാൽ അതിനേക്കാൾ രൂക്ഷമാണ്. കാരണം നെടുമ്പാശ്ശേരി എയർപോർട്ടും പെരിയാറും തമ്മിൽ കുറേ അധികം ദൂരമുണ്ട്. ആറന്മുളയും പമ്പാ നദിയും തമ്മിൽ ദൂരമില്ല. അതുകൊണ്ട് ഇവിടെ ഇത് വരാൻ പാടില്ല, ഒരു കാരണവശാലും വരാൻ പാടില്ല. പക്ഷെ അന്ന് അവിടുത്തെ MLA രാജഗോപാൽ എനിക്കെതിരെ പ്രസ്താവന നടത്തി, വികസന വിരുദ്ധനാണ് ഇയാളെന്ന് പറഞ്ഞു. പക്ഷേ 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നു. അതിനെതിരെ ആദ്യ സമരം തുടങ്ങുന്നത് സമരസമിതി ഉണ്ടാക്കുന്നത് BJP-കാരല്ല, കുമ്മന രാജശേഖരൻ. എന്നുവെച്ചാൽ അതിൽ 2-3 കാര്യങ്ങളുണ്ട്. സുഗതകുമാരി ടീച്ചറുടെ നാടാണ്. സുഗതകുമാരി ടീച്ചർ കൂടി മുൻകൈ എടുത്തിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റിയുടെ കൺവീനർ കുമ്മന രാജശേഖരൻ, CPM അല്ല BJP. ആ സമിതി അവിടെ സമരം നടത്തും. ഞാൻ ആ സമരത്തിലും പോകും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് BJP നടത്തുന്നത് BJP-യുടെ സമരമല്ല, കുമ്മനം കൺവീനറാണ്. കുമ്മനം കൺവീനറായ പന്തലിൽ MA ബേബി വന്നിട്ടുണ്ടല്ലോ, പന്നിയൻ രവീന്ദ്രൻ വന്നിട്ടുണ്ടല്ലോ, പിണറായി വിജയൻ വന്നിട്ടുണ്ടല്ലോ. എന്താ വരാൻ വിഷമം? അത് ഒരു സമരമാണ്. ആറന്മുള സമരത്തിൽ 100% നിന്ന ആളാണ്. അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടും അതിൻ്റെ മറ്റ് രേഖകളുമായി ബന്ധപ്പെട്ടും പോയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും സുഗതകുമാരി ടീച്ചർ നമ്മളോട് പറഞ്ഞു, ആറന്മുള അത് വരരുത് മോനെ, നമുക്കത് തടയണം. അതുപോലെ മെത്രാങ്കായൽ സമരം ഉമ്മൻചാണ്ടി ഉണ്ടാകാത്ത. ഇനി സുധീരനെ പോലെയുള്ള ആളുകൾ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എത്ര സമരത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഞങ്ങൾ വന്നിട്ടുണ്ട് കരിമണൽ ഖനന സമരത്തിനെതിരായിട്ട്. അന്ന് LDF ഞങ്ങളുടെ കൂടെയാണ്. 2007 വലിയൊരു മനുഷ്യച്ചങ്ങല പിടിച്ചു അവിടെ, MA ബേബി അടക്കം. 2004 എന്താണെന്നറിയില്ല, വലിയൊരു മനുഷ്യച്ചങ്ങല. അതിൽ MA ബേബി ഉണ്ട്, ബിനോയ് വിശ്വ ഉണ്ട്, കുറേ നേതാക്കന്മാരുണ്ട്. എനിക്ക് തോന്നുന്നു നവ്യ നായരെ പോലുള്ള സ്റ്റാർ, ഫാസിൽ, അതിൻ്റെ കൂടെ ഞാനും ഉണ്ട്. അത് കരിമണൽ ഖനനം ചെയ്യാൻ പാടില്ല. പക്ഷെ അധികാരം കിട്ടുമ്പോൾ അവിടെ കരിമണൽ ഖനനം വരിക. ഞാൻ പറഞ്ഞ ആറന്മുള എയർപോർട്ടിന്റെ കാര്യത്തിൽ എനിക്ക് VS സർക്കാരുള്ള കാലത്തും മറ്റേ ഇവരുള്ള കാലത്ത് എനിക്കൊരു താങ്കൾക്കെതിരെയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ താങ്കൾ മുന്നോട്ട് വെക്കുന്ന സമരങ്ങളെല്ലാം പരിസ്ഥിതി എന്നതിലുപരി അതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു ആരോപണമാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞേ, രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ ഏത് ഗവൺമെന്റിനെതിരെയും ചെയ്യട്ടെ. ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെ എന്ത് രാഷ്ട്രീയ പ്രേരിതമുള്ളത്? ആറന്മുള വിമാനത്താവള സമരത്തിൽ എനിക്ക് എന്ത് രാഷ്ട്രീയ പ്രേരിതമുള്ളത്? അവിടെയാണ് ഇവർ മനസ്സിലാക്കാത്തത്. ഇവർ ഭരണത്തിൽ വരുമ്പോൾ മാത്രം രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത് എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, കഴിഞ്ഞ 90 മുതൽ ഞാൻ നടത്തിയ സമരങ്ങളുടെ മുഴുവൻ പട്ടിക നിങ്ങളെടുത്തു. ഇവിടെ എല്ലാ ഗവൺമെന്റ് വരുമ്പോൾ സമരം ചെയ്തത് എന്നെ വികസന വിരുദ്ധം എന്ന് വിളിച്ചു. എനിക്കൊരു വിരോധമില്ല. വികസന വിരുദ്ധനാണെന്നുള്ള സ്വയം ഏറ്റെടുത്തു. അല്ല, ഈ വികസനം തെറ്റാന്ന് തന്നെ പറയുന്ന ആളാ. ആ വികസനം തെറ്റാന്ന അനുഭവങ്ങളിൽ നിന്ന് വന്നില്ലേ? 2018 ഫ്ലഡ് മുതൽ നമ്മൾ എന്തൊക്കെ കണ്ടു, ഇനി എന്തൊക്കെ കാണാതിരിക്കുന്നു, എത്ര ഉരുൾപൊട്ടൽ കാണാതിരിക്കുന്നു, എത്ര പ്രശ്നങ്ങൾ കാണാതിരിക്കുന്നു. ഇപ്പോൾ ഒരു ഹൈവേ വേണമെന്നില്ലേ? ഒരു ഹൈവേ വരുന്നുണ്ടല്ലോ, ആ ഹൈവേയുടെ ദുരന്തം എന്താ? അവിടെയാണ് കണ്ടത്. ഈ ഹൈവേ ദുരന്തമാണ്, ഇങ്ങനെയല്ല ഈ ഹൈവേ പണിയുണ്ടെന്ന് ആദ്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, CR എതിർക്കുന്ന എല്ലാ പദ്ധതികളും, ഗെയിൽ ആയിക്കോട്ടെ, ഈ ദേശീയപാത ആയിക്കോട്ടെ, മറ്റ് ഈ എന്താ പറയാ നമ്മുടെ കുതിരാനായിക്കോട്ടെ, ഇതൊക്കെ വരുന്നുണ്ട്. അവിടെയാണ് അതിന്റെ ഒരു പദ്ധതി വരുന്നതും വരാതിരിക്കുന്നതും ഒരു കാര്യം. പദ്ധതി അതാ ഞാൻ പറഞ്ഞത്, പദ്ധതി വന്നിട്ട് അതിന്റെ ഫലം എന്താണെന്ന് കൂടി നിങ്ങൾ ആലോചിക്കൂ. ഇപ്പൊ ദേശീയപാതയ്ക്ക് അവകാശമില്ലല്ലോ. ദേശീയപാതയ്ക്ക് ഇപ്പൊ അവകാശമുണ്ടോ? 200 ഇടത്താണ് ദേശീയപാതയിൽ സമരം നടക്കുന്നത്. 200 ഇടത്ത് ഞാനല്ല ഉണ്ടാക്കി.
സാമൂഹ്യമായ പ്രശ്നം, സാമ്പത്തികമായ പ്രശ്നം, അതിലേറെ പാരിസ്ഥിതികമായ പ്രശ്നം. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതിന് എൻ്റെ നിലപാട്. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എൻ്റെ നെഞ്ചത്തുകൂടി വിമാനം ഇറങ്ങുമെന്ന് പറഞ്ഞ ആൾ കേരളത്തിലുണ്ട് ഇപ്പോഴും, DYFI നേതാവ്. ഗെയിൽ സമരത്തിൽ എൻ്റെ ഇപ്പം എറണാകുളത്ത് വന്നുന്ന ആളിപ്പം മന്ത്രിയാണ്, ഉദ്ഘാടനം ചെയ്ത ആളിപ്പം മന്ത്രിയാണ്, P. രാജീവ്. അതിൻ്റെ പടം എൻ്റെ കയ്യിലുണ്ട്, വേണി തരാം. വാതക ബോംബാണ്. ഞാൻ വാതക ബോംബാന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് ജനവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒഴിച്ചു പോകണം. ഇന്നിപ്പോൾ പുതുക്കാട് ഗ്യാസ് ലൈൻ പൈപ്പിൽ ലീക്കാണ്. നിങ്ങളൊന്ന് വാർത്ത എടുക്കുക. ആ ലീക്ക് വന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക? അതിൻ്റെ ഫലം എന്താ? കേരളം പോലെ ജനവാസമുള്ള ഇനി ഈ ഗ്യാസ് പൈപ്പിലെ കാര്യം ഒരു പറഞ്ഞു. ഇതിനൊരു പ്രശ്നം എന്താ പറയുക, സിആർ ഉന്നയിക്കുന്ന ആശങ്കകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും അതിനൊരു പരിധിവരെ അതിനെ പരിഹരിച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം, ഒരു വികസനം കാഴ്ചപ്പാടിൽ ഈ പദ്ധതികളെല്ലാം മുന്നിൽ വരുന്നു. അത് പരിഹരിക്കുന്നില്ല. എന്റെ വാദം അതാണ്, പരിഹരിക്കപ്പെടുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ദേശീയപാതയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. നിങ്ങൾ എറണാകുളത്തുനിന്ന് എടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയുണ്ട്. 12 വർഷമായി ദേശീയപാത പൂർത്തിയായിട്ട് ടോൾ പിരിച്ചു തുടങ്ങിയിട്ട്, അല്ലേ? 12 അല്ല 14 വർഷം. ഇപ്പോഴും ദേശീയപാതയുടെ മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഇവിടുത്തെ ആദ്യത്തെ ടോൾ റോഡ് അതാണല്ലോ, എറണാകുളം മണ്ണുത്തി എടപ്പള്ളിയാണല്ലോ. ആ ദേശീയപാതയിൽ ഇപ്പോഴും നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കി. ഞാൻ ദിവസവും യാത്ര ചെയ്യുന്ന ആളാണ്. അത് ഇപ്പോഴും യാത്ര ചെയ്യാൻ പറ്റും. 2-2.5 മണിക്കൂർ എടുക്കും. അവിടെ കുഴി, ഇവിടെ താഴ്, ഇവിടെ പൊളിക്കല്, അവിടെ താഴെ, ഇവിടെ വീഴല്. എന്താ കാര്യം? അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ദേശീയപാതയുടെ വിഷയത്തിലും അത് തന്നെ, ഇപ്പോഴും ദേശീയപാതയുടെയും. കാരണം എന്താ? കേരളത്തിൽ എങ്ങനെയാണ് ദേശീയപാത നിർമ്മിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ധാരണ വേണം. പാരിസ്ഥിതികവും സാമൂഹ്യവും സാമ്പത്തികവുമായ ധാരണ വേണം. ഏത് പ്രോജക്റ്റിനെ കുറിച്ചും അത് വേണം. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പൂർണ്ണ അവകാശികളാണല്ലോ ഇടതുപക്ഷം. വിഴിഞ്ഞത്തെക്കുറിച്ച് ഇടതുപക്ഷം എന്താ പറഞ്ഞത്? ഇടതുപക്ഷം സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വിഴിഞ്ഞത്തിനെതിരായി ഇടതുപക്ഷം നടത്തിയ സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കടൽ കൊള്ളയാണിത്, അഴിമതിയാണിത്, ഇത് പാരിസ്ഥിതികമായ ദുരന്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിലെന്ത് വ്യത്യാസമുള്ളത്? പ്രോജക്റ്റ് അതുപോലെ തന്നെ പോലെ. അതാണിപ്പോൾ ഇവർക്ക് വേണ്ടി മാറ്റുമോ? ഒന്നും മാറ്റിയിട്ടില്ല, അതേപോലെ പ്രോജക്റ്റ് പോവുകയാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മുതലപ്പൊഴി പോലെയുള്ള സ്ഥലങ്ങളിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് ഇപ്പോൾ അടുത്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ശംഖുമുഖം ബീച്ച് എന്നൊരു സാധനം ഉണ്ടോ എന്ന് അന്വേഷിക്കാമോ? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ഷീലയൊക്കെ ജയഭാരതിയൊക്കെ ഓടി നടന്നിട്ടുള്ള കാലഘട്ടത്തിന്റെ മാറ്റം അല്ല, അവിടെ പ്രശ്നം കാലഘട്ടത്തിന്റെ മാറ്റമാണ്. 2018 ഫ്ലഡ് ഉണ്ടായതും ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതും കാലഘട്ടത്തിന്റെ മാറ്റമാണോ? അവിടെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. 2018 ഫ്ലഡ് കഴിഞ്ഞു. ഒരു റിപ്പോർട്ടുണ്ട് സർക്കാർ പുറത്തിറക്കിയ, മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്തൊരു റിപ്പോർട്ടുണ്ട്. PDNA, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ്. എൻ്റെ അല്ല, രാഷ്ട്രീയമല്ല, UN ഉണ്ട്, ADB ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്. അവരെല്ലാ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാലും അവിടെ പോയി റിപ്പോർട്ട് ഇറക്കും. ആ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. 318 പേജുണ്ട് ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കണം. ആ റിപ്പോർട്ട് വെച്ചിട്ട് നിങ്ങൾക്കിവിടെ ഇങ്ങനെ ദേശീയപാത പണിയാൻ പറ്റില്ല. എന്താ കാര്യം? കിഴക്കുന്ന് പടിഞ്ഞാട്ട് കേരളത്തിന് നീരൊഴുക്ക് തടയപ്പെടാൻ പാടില്ല. അതിവർഷം ഏത് സമയവും ഏത് ദിവസവും ഉണ്ടാവാം. അതാണല്ലേ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കണേ. ഏത് ദിവസവും ഏത് നിമിഷവും ഏത് സ്ഥലത്തും അതിവർഷം ഉണ്ടാവാം, വെള്ളക്കെട്ടുണ്ടാവാം. ഇപ്പം എന്താ ഈ ദേശീയപാത തകർന്നതിൻ്റെ കാര്യം എന്താ? പല സ്ഥലത്തും നിങ്ങൾ തണ്ണീർത്തടം നെൽവയലത് പണിയണേ, വലിയ തോതിൽ കുന്നിടിച്ച് മണ്ണിട്ട് പണിയാണ്. ഞങ്ങൾ 2018 മേധാ പട്കർ അടക്കം ഒന്ന് കൊടുത്തൊരു നിർദ്ദേശമുണ്ട് ഇവിടെ. എന്താണെന്നറിയോ? കേരളത്തിൽ ദേശീയപാത പണിയുന്നത് നിങ്ങൾക്ക് തൂണിലേ പണിയാൻ പറ്റും. ഇപ്പം എറണാകുളത്ത് തന്നെ 6 സ്ഥലത്ത് ദേശീയപാത തൂണിലാക്കണം എന്നുകൊണ്ട് സമരം നടക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ അതാണ്. ഈ നമ്മൾ നിലവിലുള്ള റോഡിൽ കൂടിയല്ലേ ഇത് പണിയണേ, പുതിയ ഗ്രീൻഫീൽഡ് അല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വിഭജിപ്പിക്കൊണ്ട് പോകുമ്പോൾ വലിയ മതിൽ വീടിന് മുമ്പിൽ വരികയും ഇവരുടെ യാത്രാ സൗകര്യം കുറയുകയും ചെയ്യും. അതിൻ്റെ മീതെ കൂടി ശരിക്കും കേരളത്തിൽ 30% വാഹനങ്ങളെ പോകുക. അറിയും, 70% വാഹനം സർവീസ് റോഡിൽ കൂടി പോകണം. ഇതിൻ്റെ പണി തീർന്നാൽ 2 വീലർ പോവില്ല, 3 വീലർ പോവില്ല. അപകടമാണ്. അതിലെ പോയ അപകടം തന്നെയാണ്. ഇപ്പോൾ പോവില്ല, ലോക്കൽ ബസ് പോവില്ല, ലോക്കൽ കാറുകൾക്ക് പോകാൻ പറ്റില്ല. അപ്പം എന്ത് സംഭവിക്കും? വലിയ തോതിൽ ഈ സർവീസ് റോഡ്, വളരെ വലിയ സർവീസ് റോഡ് വേണം അവിടെ, എന്നാലേ പറ്റുള്ളൂ. ഇതുകൊണ്ട് ഇപ്പോൾ എത്ര സ്ഥലത്ത് പ്രശ്നമുണ്ട്. അതുപോലെ ഈ മഴ പെയ്താൽ ഈ മതിൽ പോലെ കെട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വീണുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് ഇടിയും. കാരണം മണ്ണിരിക്കും, സ്വാഭാവികമാണ്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇങ്ങനെയല്ല ദേശീയപാത പണിയേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ദേശീയപാത വിരുദ്ധമല്ല. ഏത് വിഷയവും ഇങ്ങനെയല്ല ഇത് പണിയേണ്ടത്. അപ്പം അത് ശ്രദ്ധിക്കണ്ടേ? നമ്മളെന്തിനാ സയൻസ് പഠിച്ചത്? സയൻസ് വാശിയല്ലാണോ? സയൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവാണ്.